അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. 52 ദളിത് സംഘടനകളുടെ സഹകരണത്തോടെ നിതിൻ രാജ് ആക്ഷൻ കൌൺസിലാണ് ഹർത്താൽ നടത്തുന്നത്. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കടകമ്പോളങ്ങൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അറിയിച്ചിട്ടുണ്ട്. ഹർത്താലിനെ തുടർന്ന് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. ഹരിമോഹൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഹരിമോഹൻ, ഈ ഹർത്താൽ ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ അത് എങ്ങനെ പ്രതിഫലിക്കുന്നു? ജനത്തെ ഈ ഹർത്താൽ വലയ്ക്കാനുള്ള സാധ്യതയുണ്ടോ ഹരിമോഹൻ? വിജയശ്രുതി, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും തിരക്കുള്ള തമ്പാനൂർ ബസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും വരുന്ന അതിൻ്റെ തൊട്ടടുത്താണ്. അതായത് ഇവിടെ രാവിലെ 6 മണി മുതൽക്ക് ഹർത്താൽ തുടങ്ങിയതിൻ്റെ യാതൊരു പ്രതീതിയുമില്ല. KSRTC ബസ്സുകൾ കൃത്യമായി സർവീസ് നടത്തുന്നുണ്ട്. കടകമ്പോളങ്ങൾ തുറന്നിട്ടുണ്ട്. മറ്റു വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ ഒക്കെ തന്നെ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ പതിവ് പോലെ തന്നെ റോഡിലുണ്ട്. അവരുടെ ദൈനംദിന പ്രവർത്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും തന്നെ പുറത്തുണ്ട്. അങ്ങനെ ഹർത്താൽ തുടങ്ങിയതിൻ്റെ ഒരു പ്രതീതി ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് കനത്ത പോലീസ് സുരക്ഷ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും നിലയിൽ ബസ്സുകൾ തടയാനൊക്കെയുള്ള നീക്കം സമരക്കാരുടെ ഭാഗത്തുനിന്ന് വരുമോ എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു മുൻകരുതൽ സ്വീകരിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ തടയില്ല എന്നുള്ള കാര്യം സമരക്കാർ, അതായത് നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ഒപ്പം തന്നെ ദളിത് സംഘടനകളും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ഹർത്താലിന്റെ സ്വഭാവത്തിലേക്ക് അത് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. എന്തായാലും രാവിലെ മുതൽക്ക് തന്നെ സമരക്കാർ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ട്. ഇന്ന് രാവിലെ 6 മുതൽക്ക് തന്നെ സമരം തുടങ്ങി, ഹർത്താൽ തുടങ്ങി. എങ്ങനെയാണ് നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരമാണ്. വാഹനങ്ങൾ നമ്മൾ നിർബന്ധമായി തടയുകയല്ല. നമ്മളവരോട് പറയും ഈ സമരത്തിൻ്റെ പ്രാധാന്യം, ഹർത്താലിൻ്റെ ആവശ്യകത, അത് ബോധ്യപ്പെട്ട് സ്വയം വാഹനങ്ങൾ അവർ ഒതുക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അതായത് ഇപ്പോൾ നിലവിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് റാമിനെയും സംഗീതയും അറസ്റ്റ് ചെയ്യുക, ഒപ്പം തന്നെ നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുക. അതെ അതെ, ഇപ്പോൾ ഇന്ന് ഈ സംഭവം നടന്നത് 16ാമത്തെ ദിവസമാണ്. അപ്പോൾ യഥാർത്ഥ പ്രതികളെ ഇതുവരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയോ അവരെ ചോദ്യം ചെയ്യുകയോ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള ഏതൊരുവിധ നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ശ്രുതി, അതാണ് ഈ അന്വേഷണത്തിൽ പൂർണ്ണമായി അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആക്ഷൻ കൗൺസിലും ഒപ്പം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ദളിത് സംഘടനകൾ, KPMS അടക്കമുള്ള സംഘടനകൾ ഇവിടെയുണ്ട്. അവരെല്ലാവരും തന്നെ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന രീതിയിലേക്ക് ഇടപെടില്ല. പക്ഷേ പരമാവധി ഈ സമരവുമായി സഹകരിക്കണം എന്നുള്ള കാര്യം ജനങ്ങളോടും ഒപ്പം തന്നെ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ടുകൂടിയാണ് സമരം ആരംഭിച്ചത് എന്നുള്ളതാണ്. രാവിലെ 6 മണി മുതൽക്ക് തന്നെ സമരക്കാർ പല സ്ഥലങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലാണെങ്കിൽ കാട്ടാക്കട അടക്കമുള്ള പ്രദേശങ്ങളിൽ രാവിലെ 6 മുതൽക്ക് തന്നെ പ്രവർത്തകർ, ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞാൽ ഈ സമരത്തിന്റെ ഒരു ഹർത്താലിന്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് ഒരുപക്ഷെ ഇത് വന്നേക്കാം. എന്തായാലും നിലവിൽ വാഹന ഗതാഗതങ്ങൾ അല്ലെങ്കിൽ പൊതുജീവിതം ഒന്നും തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഹർത്താൽ എത്തിയിട്ടില്ല. ശ്രുതി, ശരി. തിരുവനന്തപുരത്തൊക്കെ ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ്. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തും എന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ കടകൾ തുറക്കും എന്നുള്ള കാര്യം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും അറിയിച്ചിട്ടുണ്ട്.